ഡിയേഴ്സ്, ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി നെക്ലസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇതിനു വേണ്ടി ആകെ വന്നിട്ടുള്ളത് 3mm 10 ഗ്രാം ബീഡ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലോട്ടസ് പെറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പെൻഡൻറ്റ് 4 നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ 4 പെൻഡൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ചെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സമൂസ കുന്തൻസ് വേണം. ഇത് നമുക്ക് എൻഡിൽ ഇടാനായിട്ടാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പർ വേണം. ഒരു 6 സ്റ്റോപ്പറിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് ചെയിൻ വേണം. അതുപോലെ ഗിയർ വയർ, നമ്മൾ ഗോൾഡൻ കളറുള്ള ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഗിയർ വയർ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. 3 പീസുകളും ഒരേ വലിപ്പത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ചെയ്യുന്നത്. 2 ലെയറായിട്ടും ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളിവിടെ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം 3 പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾ അളന്ന് കട്ട് ചെയ്യുക. ബാക്കി ബാക്ക് ചെയിൻ ഉണ്ടല്ലോ, അപ്പം നമുക്ക് കൂടുതൽ ഇറക്കമൊന്നും വേണ്ട. ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ ഏകദേശം മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഒരു 15 സെൻറ്റിമീറ്റർ അളന്നിട്ട് കഴുത്തിൽ വെച്ച് നോക്കിയിട്ട് കറക്റ്റാണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് കൂട്ടിയെടുക്കുക. നമ്മൾ എത്രയാണോ ലെങ്ത്ത് വിചാരിച്ചിട്ടുള്ളത് അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം. ഇത് നമുക്ക് തുമ്പ് പോകാനുള്ളതാണ്, കട്ട് ചെയ്ത് പോകാനുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു സമൂസ കുന്തിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ ഗിയർ സ്റ്റോപ്പർ ഇട്ട് കൊടുക്കണം. സ്റ്റോപ്പർ ഫസ്റ്റ് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഹോളിനുള്ളിലൂടെ നമുക്ക് ഇതിട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഹോളിലൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റോപ്പറിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഗിയർ വയർ ഇട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അറ്റം ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് നമുക്ക് പ്രസ് പ്ലെയർ വെച്ചിട്ട്, നല്ല പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ലോക്കായി. ഇനി നമുക്കിത് ഇളകി പോകുന്നില്ല, നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് 3 വയറും ഇട്ട് കൊടുക്കാം. ആദ്യം സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഈ ഹോളിലൂടെ കടത്തിയതിന് ശേഷം സ്റ്റോപ്പർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 3 വയറും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി വരുന്ന എഡ്ജസ് കൂടുതലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബീഡ്സ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ബീഡ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ശരീരത്തിൽ തട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 10 ഗ്രാം ബീഡ്സ് മതിയായി വേണ്ട വന്നിട്ടുള്ളൂ. ഇത്രയും കുറച്ച് ബാക്കിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ 3 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ലെങ്ത്ത് ആകുമ്പോൾ നമുക്ക് നിർത്താം. 3 ഒരേപോലെ ആകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര ഇട്ടിരുന്നെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ബീഡ്സ് നമ്മൾ ഈ ഒരു ഗിയർ വയറിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കളയാത്ത, അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വയറിലും നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ 3 വയറിലും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മുകളിലത്തെ അതിലൊരു ബീഡ്സ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി നിൽക്കും. വളഞ്ഞൊന്നും തിരിഞ്ഞൊന്നും നിൽക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ക്രോസ് ആയിട്ടും എൻഡിലുള്ളതിൽ ഫുള്ളായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് ഒഴിവാക്കി അതിന് മുകളിലത്തെ സ്റ്റെപ്പിൽ ഓരോന്നും അങ്ങനെ ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലോട്ടസ് പെൻഡിൽ ഇട്ട് കൊടുക്കാം. അതൊരു കുന്തൻ സ്റ്റോൺ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ഇനാമൽ പെയിൻറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 ഹോളുകളുള്ള ഒരു പെൻഡൻ്റാണിത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 3 ലെയറിൻ്റെ ഉള്ളിലൂടെയും നമുക്കിത് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. വയറ്
അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മാല പിരിഞ്ഞ് പോകും. അപ്പോൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് ലെയർ ആദ്യം, സെക്കൻഡ് ലെയർ ആദ്യം, തേർഡ് ലെയർ പിന്നെ, അങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ. ഉണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം റേറ്റിന് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത്രത്തോളം ബീഡ്സ് വീണ്ടും ഇട്ട് കൊടുക്കാം, വൈറ്റ് ബീഡ്സ്. നമ്മളൊരു ഏകദേശം അളവ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നല്ല ഭംഗിയിൽ കിട്ടുക. നമ്മൾ കറക്റ്റ് അളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്കങ്ങനെ സക്സസ് ആവാറില്ല. ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്യാറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ലെയറിൽ ഒന്ന് കുറവാക്കി, അടുത്ത ലെയർ ഒന്ന് കൂടുതൽ, അടുത്തതിൽ ഏറ്റവും താഴിൽ അതിനേക്കാളും ഒരു ബീഡ്സ് കൂടുതലായിട്ട് ഇടുക. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ ചെയ്യും. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു കുന്തൻ സ്റ്റോൺ 1 by 1 ആയിട്ട് ഗിയർ വയർ ഇട്ട് കൊടുക്കാം. പിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ചെയിനിൽ നമ്മൾ സെൻട്രലായിട്ടല്ല ഈ ബീഡ്സുകൾ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ വൈറ്റ് ബീഡ്സ് വന്നിട്ട് രണ്ട് സൈഡിലും രണ്ട് ബീഡ്സ്, അങ്ങനെ മൊത്തം 4 ബീഡ്സ് കുന്തൻ സ്റ്റോണുകളാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വൈറ്റ് ബീഡ്സ് ആണ് പറഞ്ഞ ലോക്കറ്റ്, അതായത് സെൻറ്ററിലല്ല വന്നിട്ട്, സെൻറ്ററിൽ വൈറ്റ് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഏകദേശം ഇതിൻ്റെ സെൻറ്റർ നമ്മൾ പിടിച്ചിട്ട് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു കണക്കിന് അടുത്ത ബീഡ്സ് വരുന്ന ഒരു രീതിയിൽ നമുക്ക് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇപ്പം ഇതിൻ്റെ സെൻറ്ററാണ്, ഈ ഒരു ചെയിനിൻ്റെ സെൻറ്ററാണ് ഇപ്പം നമ്മൾ കണക്കാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുക. തുമ്പും എക്സ്ട്രാ തുമ്പും ഒക്കെ കണക്കാക്കിയിട്ട് വേണം നമുക്ക് വെക്കാൻ. ഇപ്പോൾ സെൻറ്ററിൽ ഈ വൈറ്റ് ബീഡ്സ് വന്നിട്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്ത് നമ്മളൊരു കണക്കിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ലോട്ടസിൻ്റെ കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡയറക്ഷൻ മാറ്റി വേണം ഇനി ഇട്ട് കൊടുക്കാൻ. നേരത്തെ ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ട് ഭാഗം ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ബീഡ്സ് നേരത്തെ ഇട്ട് അത്രയും ബീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ തന്നെ. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ സെറ്റ് സാരിൻ്റെ കൂടെയും പട്ടുപാവാടിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും ഈ ഒരു ലാസ്റ്റിലുള്ള കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് ഈ ഒരേപോലെ വളയാതെയൊക്കെ നിൽക്കുകയുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ പോർഷനാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കറക്റ്റ് ബീഡ്സ് 1 by 1 ആയിട്ട് ഇടാത്തത് കൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അതിൽ ഒരു ബീഡ്സിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ലെവലാക്കി ഉണ്ടോ. അപ്പോൾ സെറ്റായി. അപ്പോൾ നിങ്ങൾ നല്ല പതുക്കെ ചെയ്താൽ മതി, നല്ല വൃത്തിയിൽ പതുക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം, എൻഡിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് പോർഷൻ. അപ്പോൾ ഇത്രയും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എത്ര ബീഡ്സാണോ ഇട്ടിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് ഒരേപോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എൻഡാണ്. അപ്പം എൻഡിൽ ഈ ഒരു സമൂസ കുന്തൻ ഇടുന്നതിന് മുന്നായിട്ട് മൂന്നിലും നമ്മൾ സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ലെങ്ത് ആയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ കറക്റ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ഞാൻ ഒന്നും പ്രശ്നമൊന്നുമില്ല, എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലൊക്കെ കുറച്ചും കൂടി ലെങ്ത്തിൽ വയറെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാൻ മുന്നേ തന്നെ കുറച്ച് ലെങ്ത്തിൽ ഗിയർ വയർ എടുക്കട്ടോ. നമുക്ക് സമൂസ കുന്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം താഴോട്ട് ഗിയർ വയർ വലിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗിയർ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഗിയർ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന എഡ്ജസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിൻ്റെ ഷാർപ്പുള്ള എഡ്ജസൊക്കെ ബീഡ്സിൻ്റെ ഉള്ളിൽ പോയിക്കോളും. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഗിയർ വയർ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിലോട്ട് വലിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓണം കഴിയുന്ന മുന്നേ തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ആദ്യം തന്നെ പറയുകയാണ്, ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.